ഹലോ. അപ്പോൾ ഇന്ന് ഡിസംബർ 13 വെള്ളിയാഴ്ച എൻ്റെ ലാസ്റ്റ് എക്സാം. എൻ്റെ സെക്കൻഡ് ഇയർ കോഴ്സ് ആയിരുന്നു ഇത്. ഇതോടുകൂടി ഈ ഒരു എക്സാമോടുകൂടി കോഴ്സ് ഫുള്ളി തീരാൻ പോവാണ്. അപ്പോൾ ഞാൻ റെഡിയായി. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞാൻ ഓക്കെ അല്ല, പിന്നെ മെഡിസിനൊക്കെ എടുത്തു, എന്നാലും സ്റ്റിൽ ഓക്കെ ആയിട്ടില്ല. സൗണ്ടൊക്കെ മാറിയാണ് ഇരിക്കുന്നത്. ഇപ്പോഴും നല്ല ബോഡി പെയിൻ ഉണ്ട്. ടെമ്പറേച്ചർ ചെറുതായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ എന്തായാലും രാവിലെ ഫുഡൊക്കെ കഴിച്ചു. പുട്ടും പഴമായിരുന്നു, അതൊക്കെ കഴിച്ചു, റെഡിയായി. ഒരു 2 മണിയൊക്കെ കഴിയുമ്പോഴത്തേന് ഇറങ്ങാമെന്ന് കരുതിയാണ്. ഉച്ച കഴിഞ്ഞ് എനിക്ക് വൈകിട്ട് 5 മണി തൊട്ടാണ് പരീക്ഷ. കുറച്ച് നേരത്തെ ചെല്ലണം, അതുകൊണ്ട് റെഡിയായി. അപ്പോൾ റെഡിയായി ഞങ്ങളിത് രണ്ടുപേരും വണ്ടി കയറി. കാണാവോ, നല്ല വെയിലുണ്ട്, നല്ല തണുപ്പുമുണ്ട്. എൻ്റെ സൗണ്ടൊന്നും ശരിയായില്ല. എനിക്കിനി കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ട് ഇത് നേരത്തെ ഞാൻ ഇറക്കിയതാ, എനിക്കല്ലേ പോകാൻ ലേറ്റ് ആവും. ഓക്കെ, വണ്ടി എടുക്കട്ടെ. അങ്ങനെ കിട്ടിയ വർക്ക് ചെയ്ത സ്ഥലത്തെത്തി. ഇനി ഇറക്കി വിട്ടെ. ടാറ്റാ. ടാറ്റാ. ഓൾ ദി ബെസ്റ്റ് പറ. എന്റെ പരീക്ഷയല്ല, ഓൾ ദി ബെസ്റ്റ് പറ. എന്റെ പരീക്ഷ ചോദിച്ച് മേടിക്കേണ്ട ഒരവസ്ഥയും അവിടെ പോണു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ജേർണി തുടങ്ങി. ഒന്നും പഠിക്കാതെ പോകുന്ന എക്സാം ഇതായിരിക്കും. ഞാനൊരു പക്ഷേ ഇതിന് മുമ്പത്തെ പരീക്ഷയൊക്കെ എനിക്ക് എന്തായാലുമൊക്കെ അറിയായിരുന്നു, പക്ഷെ എനിക്ക് എന്തായാലും ഇപ്പോൾ പഠിക്കാൻ പറ്റിയില്ല. ഇതിന് ഫോണിൽ നോക്കിയിരുന്ന് പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കണ്ണിനൊക്കെ വേദന എടുക്കുന്നുണ്ട് ചെറുതായിട്ട്. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ഇന്നത്തെ എക്സാം എന്തായാലും ഞാൻ ഓൾറെഡി സബ്ജക്റ്റ് പാസ്സായതാണ്. പിന്നെ എക്സാം എഴുതാതിരിക്കണ്ടല്ലോ എന്ന് കരുതി പോകുന്നതാണ്. ഇനി എങ്ങാനും എളുപ്പമായാലും. പോണ വഴി പ്രത്യേകിച്ചൊന്നുമില്ല, ഈ റോഡൊക്കെ തന്നെ കാണാനുണ്ട്. അങ്ങനെ സമയം 4:15. ഞാൻ കോളേജിലെത്തി. ഇനി പെട്ടെന്ന് തന്നെ അകത്ത് കയറട്ടെ, തണുപ്പുണ്ട് വെളിയിൽ. അങ്ങേയറ്റത്തെ ബിൽഡിങ്ങിലാണ് ഇന്നും പരീക്ഷ. CA എന്ന് പറയും, CA ബിൽഡിംഗ്. കുറേ ഉണ്ട് നടക്കാൻ. അവസാനം ക്ലാസ്സിൽ വന്നു. ബട്ട് ഇത് ആകെ കണ്ടോ, റിട്ടൺ എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും മാറ്റിച്ചു. എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ അവസാന പരീക്ഷയും കഴിഞ്ഞു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കുറേയൊക്കെ എനിക്കറിയാമായിരുന്നു, കുറേയൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിച്ചില്ലായിരുന്നു എന്ന്. വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ നേരമുണ്ട്, പഠിക്കാൻ നേരമില്ല. ആ ചോദ്യം ഇവിടെ നിരോധിച്ചിരിക്കുന്നു. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോഴായിരിക്കും. പക്ഷെ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ല, നമ്മുടെ ശ്രദ്ധയോടെ ഇരിക്കാം. ഞാൻ അങ്ങനെയാണ്. എന്നിരുന്നാലും കുഴപ്പമില്ല, പാസ്സാവും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്, അത് മതി. ഓൾറെഡി സബ്ജക്റ്റ് ഞാൻ പാസ്സായതാണ്. അങ്ങനെ ഫൈനൽ എക്സാമും കഴിഞ്ഞു. അങ്ങനെ ഫൈനലി കോഴ്സ് കാനഡയിലുള്ള പഠിത്തത്തിനോട് വിട എന്ന് ഞാൻ ഒഫീഷ്യലി പറയുന്നു. കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ 2 വർഷത്തെ പഠിത്തം ഇതായിരുന്നു, 2ാമത്തെ കോഴ്സ്. അങ്ങനെ ഡിസംബർ 13 വൈകുന്നേരം ഒരു 6:15 അതോടുകൂടി എൻ്റെ പഠിത്തം തീർന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ഒഫീഷ്യലി കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ വരണം. അതിനുശേഷം എനിക്ക് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാം. ഇനി അതൊക്കെയാണ് പ്രൊസീജിയേഴ്സ്. അതുവരെ പണിയെടുക്കാം, പക്ഷേ നമുക്ക് 24 മണിക്കൂർ എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോഴും കോഴ്സ് കംപ്ലീഷൻ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം വർക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല, വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തതിന് ശേഷം. അപ്പോൾ ഇനി അതൊക്കെയാണ് ഇനിയുള്ള പ്രോസസ്സ്. അങ്ങനെ ഞാനിപ്പോൾ ഫ്രണ്ടിൽ വന്നു. ഒഫീഷ്യലി കോളേജിനോട് ടാറ്റ ബൈ ബൈ പറയാണ്.
വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ വിഷമമൊന്നുമില്ല. ബട്ട് എനിക്ക് ഒരുപാട് ന്യൂ എക്സ്പീരിയൻസ് എന്നൊരു കോളേജാണ്. എൻ്റെ ഫസ്റ്റ് കോളേജിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു അവിടെ. കോളേജ്, കൾച്ചർ, ഫ്രണ്ട്സ്, പ്രൊഫസേഴ്സ്, കോളേജിൻ്റെ അറ്റ്മോസ്ഫിയർ, ഇത്രയും ദൂരം, എല്ലാം എനിക്ക് ഒരുപാട് ന്യൂ എക്സ്പീരിയൻസ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിവിടെ ഒരു ഫ്രണ്ടിനെ വെച്ചിരുന്നൊരു ട്രീ ആണ് കേട്ടോ, ഭയങ്കര വലിയ ട്രീയാണ്. ആൻഡ് ഒഫീഷ്യലി സൈനിങ് ഓഫ് ഫ്രം അൽഗോൻക്വിൻ കോളേജ്, ഓട്ടവ, ഒന്റാരിയോ. IBM കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓക്കെ, ബൈ. അങ്ങനെ എക്സാംസ് ഡേ 5 കംപ്ലീറ്റഡ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ടീമുണ്ട്. കോളേജിനകത്തെ അടച്ചു ഓൾറെഡി, അത് 5 മണി വരെ എങ്ങാനുള്ളത്, ഞാൻ നോക്കാൻ പോയില്ല. അപ്പോൾ ഇവിടെ കോളേജിൻ്റെ വെളിയിൽ തന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ ടിമ്മും മഗ്ഡിയും എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാനൊരു ചായ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ഈ ഫ്രൈസ് പോലെ തന്നെ ടിമ്മിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ് പൊട്ടറ്റോ വെഡ്ജസ്. അതുണ്ടോ എന്ന് ചോദിക്കട്ടെ, ഉണ്ടെങ്കിൽ അതും കൂടെ വാങ്ങുന്ന കാര്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നത്. ഞാൻ ജലദോഷത്തിൻ്റെ ഒക്കെ മരുന്ന് എടുക്കുന്നുണ്ട്, കോൾഡ് സൈനസിൻ്റെ. അതാണോന്നറിയില്ല, ഭയങ്കരമായിട്ട് വിശക്കുന്നു. എന്തെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. ഭയങ്കര ക്യൂ ആണ്, അതുകൊണ്ട് ഞാനിങ്ങനെ കിടക്കുക. Hi, can I have a medium steep tea triple? Medium steep tea triple, anything else? Yeah, do you guys have the potato wedges? Let me see. Yeah. Yes. Okay, I would like to take that one with the chipotle. Yeah. And also I would like to have one plain bagel with the strawberry jam. Plain bagel, strawberry jam. Okay. Yeah, Anything else? that's all. Why not? Thank you. കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോലെ എനിക്ക് വിശന്നിട്ട് കൊള്ളാം. ഇവിടെ പോയിന്റ്സ് സ്കാൻ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ കട്ട് ചെയ്യുകയാണ്. എനിക്ക് പോയിന്റ് കിട്ടില്ലായിരുന്നു, അപ്പോൾ $9 ഞാൻ മുടക്കുന്നുണ്ട് ഇപ്പം. അപ്പം ഞാൻ സാധനങ്ങൾ വാങ്ങി. സാധാരണ ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിക്കാറില്ല. ഇതിപ്പോൾ ഞാനിവിടെ സൈഡിൽ ഇവിടെ തന്നെ പാർക്ക് ചെയ്തു. കണ്ടോ, ഇവിടെ പാർക്ക് ചെയ്തു. കുറച്ച് കഴിച്ചിട്ട് പോയി. എനിക്ക് അപ്പടി വിശക്കുന്നു. എനിക്ക് കണ്ണിനൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, ഈ ഒരു സൈഡ് ഫുള്ളിങ്ങനെ പെയിനുണ്ട്. കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയിരിക്കുന്നു. ചായയൊക്കെ കിട്ടി, കഴിക്കട്ടെ. ഞാൻ ഓർഡർ ചെയ്ത സാധനം കാണിച്ചിട്ട്, അതാണ് പ്ലെയിൻ ബീഗൽ. നമ്മൾ ഏകദേശം ഒരു ബ്രെഡിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് ഇരിക്കും. നടുക്ക് ബ്രെഡല്ല കേട്ടോ, നമ്മുടെ ഉഴുന്നുവടയുടെ ഷേപ്പ് ഇരിക്കും. എന്നിട്ട് നടുക്ക് ഇങ്ങനെ ഒരു തുളയിട്ട് അതിങ്ങനെ മുറിച്ച് തന്നേക്കാണ്. അതിൻ്റെ കൂടെ തേക്കാനായിട്ട് ഞാനൊരു സ്ട്രോബെറി ജാം, പിന്നെ ഇതാണ് കേട്ടോ പൊട്ടറ്റോ വെഡ്ജസ്. ഇതാണ് പൊട്ടറ്റോ വെഡ്ജസ്. കണ്ടോ, ഫ്രൈസ് പോലെ ഉരുളക്കിഴങ്ങാണിത്. ഇത് മുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഡിപ്പാണ്, ചിപ്പോട്ട്ലെ എന്നാണ് അതിൻ്റെ പേര്. കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ല സാധനം. പിന്നെ ഇതിൻ്റെ ചായ സ്റ്റീപ്പ് ടീ ട്രിപ്പിൾ, അതാണ് ടീ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് കയറി. ഇവിടെ സമയം 8:45. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഇനിയൊരു 10:45 ആകുമ്പോൾ ഏട്ടനെ കൊണ്ടുവരാൻ വേണ്ടി പോകണം. അതിന് മുമ്പ് എനിക്ക് ഫ്രഷ് ആവണം. ഇനി അത്രയൊക്കെ ഉള്ളൂ. കോഴ്സ് ഇതൊക്കെ തീർന്നതിൻ്റെ ഒരു ഭയങ്കര ഒരു ഭാരം അങ്ങോട്ട് ഇറക്കി വെച്ചൊരു ഫീൽ. സൂക്ഷിച്ച് നോക്കണട ഉണ്ണി, ഇത് ഞാൻ തന്നെയാണ്. പുറത്ത് നല്ല തണുപ്പാണ്. അപ്പം ഞാൻ ഏട്ടനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. അപ്പോൾ എനിക്ക് ചെവിയൊക്കെ ഭയങ്കരമായിട്ട് തണുക്കുന്നു. പിന്നെ പനിക്കുന്നൊരു ലക്ഷണമാണ്. അപ്പോൾ ഒരു കുടിയിട്ട് തലയിലൊരു ബിനിയൊക്കെ വെച്ച് കൊണ്ടുവരാൻ പോട്ടേട്ടാ. അങ്ങനെ ഏട്ടൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തി. ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, മെട്രിക്സ് ലോജിസ്റ്റിക്സ്. അപ്പോൾ ഇറങ്ങേണ്ട സമയം ആയതാണ്. ഇനി ഞാനിവിടെ വെയിറ്റ് ചെയ്യും, അന്നേരം ഇറങ്ങി വരും. അതിൻ്റെ ഇടയിൽ മുന്നേരം ഹായ്. ഇപ്പം ഇവിടെ ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇപ്പോൾ പോയീസ് ഇങ്ങനെയുള്ളൊക്കെ കുറേ കടകളൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. ഇത് ഒരു തിയേറ്ററാണിത്. അപ്പോൾ ഇവിടെ ഓസ്മോസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അത് ആക്ച്വലി ഒരു ഷവർമ കടയാണ്. അപ്പോൾ എനിക്ക് പനിയും വയ്യായിക്കൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു പുട്ടീൻ മേടിച്ചിരാന്ന് പറഞ്ഞു. എനിക്ക് കഴിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. അങ്ങനെ പുട്ടീൻ മേടിക്കാൻ ഒരാളിപ്പോൾ അകത്തോട്ട് കയറിപ്പോയിട്ടുണ്ട്. ഇറങ്ങി വരുമ്പം നോക്കാം. ജോലി കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പിക്ക് ചെയ്ത് നേരെ ഇങ്ങോട്ട് വന്നേ.
ഇവിടുന്ന് നേരെ ഇനി വീട്ടിലേക്ക്. ആ അതെ വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. എന്താണ് ആര് എൻ്റെ പുറ്റീനെ. അങ്ങനെ ഞങ്ങളിതാ ഇപ്പോൾ വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, വിശക്കുന്നുണ്ട്. അങ്ങനെ വരുന്നില്ലേ ടാറ്റ ബേബി ബാ ഇങ്ങോട്ട്. വന്നതേ ഉള്ളത് ഇങ്ങനെ കണ്ട. ഓക്കെ ബൈ. ഞാൻ ഇച്ചിരി വെളുത്തു ഞാൻ. അപ്പൊ ഇനി കഴിക്കട്ടെ. ഇതിന്റെ ഇവിടെയാണോ?